അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോണ ഗെയിമാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചെല്ലുക. എൻ്റെ അടുത്ത് ഇപ്പോൾ $50 ഉണ്ട്. അപ്പോൾ അതോട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ മേടിക്കാം. ഇതിന് നല്ല ആദ്യത്തെ കാണുന്നത് നല്ല വിലയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ബ്രെഡ്, ഫ്ലോറ്, ഓയിൽ, പിന്നെ പാസ്ത ഇത് മേടിക്കാം ഗൈസ്. പർച്ചേസ്ഡ്. ഗൈസ് പുറത്തത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിവിടെ കൊണ്ട് നോക്കാം. ആദ്യം വെക്കുന്നത് പാസ്ത ഗൈസ്. എന്നിട്ട് ഇത് ട്രാഷ് ക്യാനിൽ കൊണ്ടുവിടുക. അടുത്തതേക്ക് കാണിക്കുന്ന അവിടെ നമുക്ക് ആവശ്യമുള്ള വില നൽകുക. നമ്മളിപ്പോൾ ഇത് ഞാനിത് ഒരു $3.99 ലാഭത്തിലാണ് ഗൈസ് ഞാനത് ഇതാക്കുന്നത്. അടുത്ത നമ്മളെ കട സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വിലയൊക്കെ വെച്ചു. ഇതപ്പോൾ ഒരു കസ്റ്റമർ മേടിച്ചോണ്ടാണ്. ആദ്യം ക്യാഷാണ്, ഒരു കോയിനാണ്. നമുക്കത് കൊടുത്ത് എൻ്റർമ തൊട്ടാൽ അയാൾ ആ സാധനം കൊണ്ട് പോകുന്നതാണ്. നമ്മുടെ ക്യാഷ് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അടുത്തത് ചേച്ചി ഓയിലാണ്. ഇത് കാർഡാണ് ഗൈസ്. വഴി നമുക്ക് ഇതിൻ്റെ വില 3.99 ഗൈസ്. അതങ്ങനെ മേടിച്ച് കൊണ്ടുപോയിട്ടുള്ളതാണ് ഗൈസ്. അടുത്ത സാറ് വരുന്നുണ്ട്. ഇതിൽ റോഡുണ്ട് പക്ഷെ വണ്ടിയില്ല. ഇതെന്താണോ ഗൈസ്. നമുക്കിവിടെ ഈ ബിഗ് ബട്ടൺമേ നിൽക്കുക ചാടലും, ഈ സ്മോൾ ബട്ടൺമേ നിൽക്കിയാൽ ഓടലാണ്. മൂവും അതേമാതിരി ഈ റൺ ബട്ടൺ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡിലോടാം. അല്ലെങ്കിൽ വെറുതെ നിൽക്കിയിട്ട് കാര്യമില്ല ഗൈസ്. സാറ് വന്നിട്ട് എന്തെങ്കിലും മേടിച്ചു പോയോ? ഈ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പം ചേച്ചി 2 സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നു. നമ്മളെ കച്ചവടം വളരെ സ്മൂത്ത് ആയി. ഗൈസ് ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ ഗൈസ്. ഗൈസ് കസ്റ്റമേഴ്സ് അങ്ങനെ എന്താണ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ മേടിച്ച 25 സാധനം, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ കടയ്ക്ക് ഇന്നത്തെ ദിവസം 25 കസ്റ്റമേഴ്സ് വരണമെന്നാണ്. ആ കസ്റ്റമേഴ്സ് അതോ എന്താ പാസ്ത ഈസ് എക്സ്പെൻസീവ് എന്നോ ചിലവർക്കൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവർക്ക് കഴിയുന്ന രീതിയിലൊക്കെയാണ്. ഇപ്പം ഇത് തീരെ വിറ്റുപോകാത്ത ഓയിലല്ലേ വൈസ്. അപ്പോൾ ലേശം, അതായത് ഇപ്പം ഞാൻ 3.80 ആക്കി. ഗൈസ് നമ്മുടെ കച്ചവടം സ്മൂത്തായിട്ടാണ് പോകുന്നത് ഗൈസ്. നമ്മളിത് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ Day 1 മാത്രമേ കളിക്കുന്നുള്ളൂ. Day 2 കളിക്കുന്നില്ല. അപ്പോൾ അത് വൈകാതെ തന്നെ പാർട്ടായിട്ട് വരുന്നതാണ് ഗൈസ്. ഇതുകൂടാതെ വേറെ വല്ല ഫണ്ണി ഗെയിംസ് കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണ ഗെയിം എന്തായാലും ട്രൈ ചെയ്യാനായിരിക്കും. നിങ്ങൾ റോബ്ലോക്സ് ഗെയിം പറഞ്ഞാലും അതും ട്രൈ ചെയ്യുന്നതായിരിക്കും. 53 നമുക്കൊരു മറ്റേ ഫസ്റ്റ് അല്ലേ ചോക്കോസ് വരുന്നതാണ്. ഈ സീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്.
ഗൈസ് കസ്റ്റമർ മേടിക്കുന്നുണ്ട്, വേഗം ഇതിന് വില ഇടണം, അല്ലെങ്കിൽ വില ഇട്ടിട്ടില്ലേ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊന്നും കൊണ്ട്. ഗൈസ് നമുക്കിതിന് $5 ഗൈസ് ഞാൻ അതിനിടുന്നത്. ഓഫ് ഇത്രയും കസ്റ്റമറായോ ഗൈസ്. നമ്മളങ്ങനെ വേഗം കൊണ്ടുപോകുന്നത്. ആദ്യത്തെ കൊടുത്തു ഗൈസ്. ഇവരെല്ലായിടത്തും കാർഡുള്ളൂ. അങ്ങനെ ചില്ലറ കൊടുത്ത് വിട്ടയച്ചിട്ടുണ്ട്. അപ്പോൾ 3.99. നമ്മളിവിടെ ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്, 4 ലൈറ്റ്. ഇതിൻ്റെ ഇരട്ടാവാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമുള്ളൂ. രാവിലെ തന്നെ ഇട്ടാൽ ഗൈസ് ഇതിൽ കുഴപ്പമുണ്ട്, കാരണം ഇതിൽ കറണ്ട് ബിൽ കൂട്ടുന്നതാണ്. അതുകൊണ്ട് ഇരുട്ട് വീണതിന് ശേഷം മാത്രം ലൈറ്റ് ഓൺ ആക്കുക. അപ്പോൾ നമ്മളെ കറണ്ട് ബില്ല് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഗൈസ് ഇവിടെ ഇരുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം. ഇവിടെയാണ് സ്വിച്ച് ചെയ്യുന്നത്. കുഴപ്പമില്ല ഗൈസ്, അടിപൊളി. ഓഫ് ഈ പുള്ളി കുറേ സാധനം മേടിച്ചിട്ടുണ്ടല്ലോ. 16.40. പുള്ളി 2 സീരിയലാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് ഗൈസ് ഇതിൽ 9 മണി വരെയാണ് നമ്മളെ കട ഇതാകുള്ളൂ. അത് കഴിഞ്ഞാൽ കട ക്ലോസ് ചെയ്യണം. ഇതാ ഒരു ചേച്ചി വരുന്നുണ്ട്. പാസ്തയാണ് ഗൈസ്. ഒക്കെ തീർന്നു ഗൈസ്. 50 കോയിൻ ഗൈസ്. ഇതിൽ മിനിറ്റുകൾ സെക്കൻഡ് പോലെയും മണിക്കൂറുകൾ മിനിറ്റ് പോലെയുമാണ് കടന്നു പോകുന്നത്, അതിനേക്കാൾ ഫാസ്റ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ 9 മണിയായി. അതാ ഒരാളും കൂടി ഉണ്ട്. ഇയാൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കട നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഗൈസ് ഈ സീരിയലും ബ്രെഡുമാണ് നമുക്കതിൻ്റെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.